ട്രിനിറ്റി വോയിസ്. എൻ്റെ രോഗക്കിടക്കയിൽ നീ എൻ്റെ സൗഖ്യപ്രദായകനേ, എൻ്റെ രോഗസംഹാരകനേ, എൻ്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കും നിത നിന്നെ ഞങ്ങൾ ആയുസിന്നാളുകളെല്ലാം. ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി ഓർ ജനസിസ്. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളിച്ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. And the Lord said unto Abram, after that Lot was separated from him, lift up now thine eyes and look from the place where thou art northward and southward and eastward and westward. സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. വാട്ട് മേ അപ്പിയർ ആസ് ഒഡേസിറ്റി, ഗോഡ് വ്യൂസ് ആസ് ഒതൻറ്റിസിറ്റി. ഗോഡ് ലിസൺസ് ടു ദ പാഷനേറ്റ് വേർഡ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ഹി ഈസ് ബോത്ത് വിത്ത് predictable pious glitches. To be God's friend, you must be honest to God. Sharing your feelings, true feeling, not what you think you ought to feel or say. It is likely that you need to confess some hidden anger and resentment at God for certain areas of your life where you have felt created or disappointed. Until we cheat or disappointed, bitterness is the greatest barrier to friendship with God. Until we mature enough to understand that God uses everything for good, mature enough to understand that God uses everything for good in our lives, we harbor resentment toward God over our appearance, background, and unanswered prayers, past hurts, and other things we would change if we were God. തേർഡ് സെഷനിലേക്ക് പോവാം. പ്രോവർബ് ഓർ സദൃശവാക്യങ്ങൾ. പ്രോവർബ്സ് ചാപ്റ്റർ 12 വേർഡ്സ് 21. സദൃശവാക്യങ്ങൾ 12:21. നീതിമാൻ ഒരു തിന്മയും ഭവിക്കയില്ല, ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. There shall no evil happen to the just, but the wicked shall be filled with mischief. Fourth session. Matthew or Matthew. Matthew chapter 5 verse 26. മത്തായി എഴുതിയ സുവിശേഷം 5:26. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളാം നീ അവിടെ നിന്ന് പുറത്ത് വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. Verily I say unto thee, thou shalt by no means come out thence till thou hast paid the uttermost farthing. ഇനി നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോവാം. എപ്പോഴും ഒരുങ്ങിയിരിക്കും. മരണശേഷം താൻ മടങ്ങി വരുമെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരുക്കത്തോടെ കാത്തിരിക്കണമെന്നും താൻ പറഞ്ഞു. ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി യേശു പറഞ്ഞ കഥകളാണിന്ന്. 10 കന്യകമാർ. മത്തായി എഴുതിയ സുവിശേഷം 25:1-3 വരെ. ദീപക്കാഴ്ചകളുടെ അകമ്പടിയോടെ മണവാളൻ മണവാട്ടിയുടെ വീട്ടിലേക്ക് എഴുന്നള്ളുന്ന ഒരു പതിവ് യഹൂദ വിവാഹങ്ങളിലുണ്ടായിരുന്നു. ചിലപ്പോൾ അവിടെ തന്നെ വിവാഹവിരുന്നും നടക്കും. ചിലപ്പോൾ സംഘം മണവാളൻ്റെ വീട്ടിലേക്കോ ദമ്പതികളുടെ പുതിയ വീട്ടിലേക്കോ നീങ്ങും. ആഘോഷപൂർണമായ വിരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും അകത്തേക്ക് കടത്തി വിടുകയില്ല.
എപ്പോഴാണ് മണവാളൻ യാത്ര തുടങ്ങുന്നതെന്ന് ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് യാത്രാ സംഘത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും തയ്യാറായി നിൽക്കണം. തൻ്റെ ശിഷ്യന്മാർ തൻ്റെ പുനരാഗമനത്തിന് വേണ്ടി ഇതുപോലെ ഒരുങ്ങി നിൽക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. ദൈവിക ഭരണം സമ്പൂർണമായി ഭൂമിയിൽ നിറവേറ്റപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുക. ഒരിക്കൽ 10 കന്യകമാർ മണവാളിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവരിൽ 5 പേർ വിഡ്ഢികളും 5 പേർ ബുദ്ധിമതികളുമായിരുന്നു. വിഡ്ഢികൾ ഇരിക്കുന്നുവെങ്കിലും എണ്ണ കരുതിയിരുന്നില്ല. ബുദ്ധിമതികളാകട്ടെ വിളക്കുകളോടൊപ്പം എണ്ണപാത്രവും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകിയപ്പോൾ അവർക്ക് ഉറക്കം വന്നു തുടങ്ങി. പാതിരാവായപ്പോൾ ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് എതിരേൽക്കുക എന്ന വിളി കേട്ടു. ഉടനെ കന്യകുമാർ ഉണർന്നു വിളക്കുകൾ തെളിയിച്ചു. എന്നാൽ വിഡ്ഢികളുടെ വിളക്കുകൾ കെട്ടുപോയി. അതുകൊണ്ട് അവർ ബുദ്ധിമതികളോട്, നിങ്ങളുടെ എണ്ണയിൽ അല്പം ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും കൂടി ഇത് തികയുകയില്ല, ബുദ്ധിമതികൾ പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വ്യാപാരികളുടെ അടുത്ത് പോയി വാങ്ങുന്നതാണ് നല്ലത്. അവർ എണ്ണ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്ന 5 കന്യകമാർ മണവാളനോടൊപ്പം വിരുന്നിന് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെട്ടു. പിന്നീട് മറ്റേ കന്യകമാരും വന്നു. അവർ വിളിച്ചു പറഞ്ഞു, പ്രഭോ, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരൂ. പക്ഷേ മണവാളൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നിട്ട് യേശു പറഞ്ഞു, ആ നാളും നാഴികയും നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കുക. ഇനി നമുക്ക് ഉള്ളടക്കം അല്ലെങ്കിൽ കണ്ടൻസ് നോക്കാം. എഴുതിയ നമ്മൾ ഇപ്പോൾ വായിച്ചതിൻ്റെ എല്ലാം ഒരു ഉള്ളടക്കം നമുക്ക് ചിന്തിക്കാം. ഫസ്റ്റ് സെഷൻ, ഉൽപ്പത്തി ഓർ ജനസിസ്. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ആൻഡ് ദ ലോർഡ് സെഡ് അൺടു അബ്രാം, ആഫ്റ്റർ ദ ലോർഡ് വാസ് separated from him, lift up now thine eyes and look from the place where thou art, northward and southward and eastward and westward. സെക്കൻഡ് സെഷൻ, റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്ന്. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് യു നീഡ് ടു കൺഫസ് സം ഹിഡൻ ആങ്കർ ആൻഡ് റിസെൻമെൻറ്റ് അറ്റ് ഗോഡ് ഫോർ certain areas of your life where you have felt created or disappointed. തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ് ഓർ സദൃശ്യവാക്യങ്ങൾ. നീതിമാൻ ഒരു തിന്മയും ഭവിക്കുകയില്ല, ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. There shall no evil happen to the just, but the wicked shall be filled with mischief. ഫോർത്ത് സെഷൻ, മാത്യു ഓർ മത്തായി. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. Verily I say unto thee, thou shalt by no means come out thence till thou hast paid the uttermost for thee. ഇപ്പോൾ നമ്മുടെ എല്ലാ സെഷനോടെ കഴിഞ്ഞിരിക്കുകയാണ്. God bless you abundantly.